ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. രോഗങ്ങൾ കടന്നു വന്നോട്ടെ, ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ കടന്നു വന്നോട്ടെ, ഭാരപ്പെടേണ്ട. സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ കൊടുക്കുക. കർത്താവ് സൗഖ്യമാക്കും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന്. നമ്മെ കരുതുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നുവോ, കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ് കൂടെയുണ്ട്. 126-ാം സങ്കീർത്തന പുസ്തകം 5-6 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന്. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. കണ്ണുനീരിൻ്റെ അവസ്ഥയിലാണോ? ആർപ്പിൻ്റെ ദിനങ്ങൾ കടന്നു വരും. ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട, കരുതുന്ന ദൈവം കൂടെയുണ്ട്. താങ്കളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കാമോ? താങ്കൾക്ക് വേണ്ടി യേശു കരുതും. എവിടെയും താങ്കളെ ദൈവം മാനിക്കും. താങ്കളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. യേശുവിൻ്റെ കൂടെ നടന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. വചനം ശ്രവിക്കുന്ന താങ്കൾ മറ്റാരോട് യാതൊന്നും പറയുവാൻ പോലും കഴിയാതെ വേദനയോടുകൂടി രഹസ്യമായി ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിയാണോ? എന്നാൽ അറിഞ്ഞുകൊള്ളുക, താങ്കൾ ആരും കാണാതെ കരയുമ്പോൾ താങ്കളുടെ കണ്ണുനീർ കണ്ട് മനസ്സറിവുള്ള ദൈവം എല്ലാവരും കാണുക പരസ്യമായി മറുപടി നൽകുവാനിടയാകും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഒരു നാളിലും കർത്താവ് താങ്കളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. ദൈവത്തെ ആശ്രയിക്കുന്ന ഭക്തനെയും തലമുറയും ദൈവം ബലപ്പെടുത്തും, അനുഗ്രഹിക്കും. 112-ാം സങ്കീർത്തന പുസ്തകം 2-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. താങ്കളെ കരുത്തനാക്കി മാറ്റുവാനാണ് മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം കടന്നു വരുന്നത്. മറ്റാർക്കുമില്ലാത്ത കടഭാരങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കും തോറും ഓർക്കുക, ഏറ്റവും ശ്രേഷ്ഠമായത് വിശ്വാസത്താൽ, വിശ്വാസ കണ്ണാൽ കാണണം. ഒരുപക്ഷെ താങ്കൾ പ്രതീക്ഷിച്ചതൊന്നും ആയിരിക്കത്തില്ല ലഭിക്കുന്നത്. പകരം താങ്കൾ ഒരിക്കൽ പോലും നനയ്ക്കാത്ത ഒരു വലിയ പദവിയിലേക്കായിരിക്കും യേശു താങ്കളെ കരം പിടിച്ചുയർത്തുന്നത്. താങ്കൾ തകർന്നു പോയ താങ്കളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവ് കാണുന്നുണ്ട്. അതിനാൽ താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ യേശു താങ്കൾക്കായി കരുതും. താങ്കൾക്കൊരു നല്ല ഉയർച്ചയുണ്ട്. താങ്കളെ ദൈവം മാനിക്കും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ ഭക്തന്മാരുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെയും അതിനിരട്ടിയായി ദൈവം മാനിച്ചിട്ടുണ്ട്. വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം വചനത്തിൻ്റെ ശക്തി അയക്കും. വചനത്തിൻ്റെ ശക്തി അയച്ച് രോഗത്തെ സൗഖ്യമാക്കും. വചനത്തിൻ്റെ ശക്തി അയച്ച് തകർന്നിരിക്കുന്ന താങ്കളുടെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ഒന്നുമില്ലായ്മയിലും പുതിയതിനെ വിളിച്ചു വരുത്തുവാൻ വചനത്തിന് ശക്തിയുണ്ട്. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അവ സംഭവിക്കും. എൻ്റെ കാര്യം ആര് സാധിപ്പിച്ചു തരുമെന്ന് ഹൃദയവേദനയോടുകൂടെ യാത്ര ചെയ്യുന്ന താങ്കളോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരും. വചനം മടങ്ങി വരും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് തിരുവചനത്തിൽ കാണപ്പെടുന്നുണ്ട്. താങ്കൾ അനുഭവിക്കുന്ന രോഗങ്ങളിലേക്ക്, ആകുല ചിന്തകളിലേക്ക്, സാമ്പത്തിക തകർച്ചകളിലേക്ക്, താങ്കളുടെ ജോലി, കടഭാരം, കുടുംബത്തിൻ്റെ വിഷയങ്ങൾ സകലത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു. ഭവനത്തിലേക്ക്, നിരാശയിലേക്ക്, താങ്കളുടെ ആഗ്രഹങ്ങളിലേക്ക് യേശു സന്ദർശിക്കുവാനിടയാകും. വചനത്തിൻ്റെ ശക്തി അയച്ച് താങ്കളെ വിടുവിക്കും. നാം സേവിക്കുന്ന കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1-4 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കുഷ്ഠം ബാധിച്ച മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് വിളിച്ചു പറഞ്ഞു: കർത്താവെ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊട്ട് സൗഖ്യമാക്കുക. അവൻ പറയുന്നതിന് മുമ്പ് തന്നെ യേശു അവനെ സ്പർശിച്ചു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാക എന്ന് പറഞ്ഞതും അവൻ ശുദ്ധനായി. അവൻ്റെ കുഷ്ഠം അവനെ വിട്ടുമാറി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ,
ഇപ്പോൾ താങ്കൾ അനുഭവിക്കുന്ന ഏത് വിഷയത്തിനും പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. ആകയാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.